ഹലോ നമസ്കാരം. വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് പാനിപ്പൂരി എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ്. അന്നേരം വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് പാനിപ്പൂരി. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതേപോലെ തന്നെ വീഡിയോ കാണുക, ഫുള്ളായിട്ടിരുന്ന് കാണുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. മുമ്പത്തെ വീഡിയോകളെല്ലാം കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരു സഹോദരൻ്റെ റിക്വസ്റ്റായിട്ട് എടുക്കുക. അന്നേരം വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് പാനിപ്പൂരിയുടെ മസാല എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ്. ഞാനിപ്പോൾ 100 പാനിപ്പൂരി ഉണ്ടാക്കാനുള്ള സാധനമാണ് എടുത്തിരിക്കുന്നത്. അന്നേരം നിങ്ങൾക്ക് ഏകദേശം എത്ര എണ്ണം ഉണ്ടാക്കാൻ അതിനുള്ള സാധനങ്ങൾ നിങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടുക. അതിന് 2 കിഴങ്ങ് ഏകദേശം 400 ഗ്രാം വരും. പിന്നെ 2 മീഡിയം സൈസ് സവാള, ഒരു ഗ്ലാസ് കടല ഒരു 200 ഗ്രാം കാണും, കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ ഒരു തക്കാളി, 2 പച്ചമുളക്, പിന്നെ ഇച്ചിരി വെളുത്തുള്ളി. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഐറ്റങ്ങൾ. ഒരു 100 എണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഐറ്റമാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് പാനിപ്പൂരിയുടെ മസാലയാണ്. ഇതൊരു പാക്കറ്റ് വന്നിട്ട് 60-65 രൂപയ്ക്കകത്ത് കിട്ടും. പ്രിൻ്റ് വന്ന് 65 രൂപ ആണ്. മിക്കവാറുമുള്ള സൂപ്പർ മാർക്കറ്റിലും പ്രധാനപ്പെട്ട കടകളിലെല്ലാം കിട്ടും. ഈ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഇത്. അതേപോലെ തന്നെ പാനിപ്പൂരിയും മേടിക്കണം. ആ പൂരി ഉണ്ടാക്കുന്ന പൂരിയും മേടിക്കണം. കടലയും കിഴങ്ങും ഇട്ട് വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കണം, ഇച്ചിരി ഉപ്പിട്ടതിന് ശേഷം. അന്നേരം കടലയ്ക്ക് വേവ് കൂടുതലാണ്, കിഴങ്ങിന് വേവ് കുറവാണ്. അന്നേരം സെപ്പറേറ്റ് വെക്കാക്കി അത്രയും നല്ലത്. അന്നേരം നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് 2 കടല നല്ലോണം വേവുകയും ചെയ്യണം. കിഴങ്ങും കടലയും നല്ലോണം വേവണം. സവാളയും തക്കാളിയും ഇഞ്ചി എടുക്കുന്ന കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിയില ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെക്കുക. കുറച്ച് എണ്ണ മതി. അതൊരു 6-7 ടീസ്പൂൺ എണ്ണ കാണത്തുള്ളൂ. അത് ഒഴിച്ചതിന് ശേഷം ചെറിയ തീയിലിട്ടാൽ മതി. അതിനുശേഷം ഈ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 1/4 ടീസ്പൂണ് ഉപ്പിട്ടതിന് ശേഷം ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി എല്ലാം കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. കടലയും കിഴങ്ങും വെന്തതിന് ശേഷം ഒന്ന് ഉടച്ചെടുക്കേണ്ടതാണ്. കടല ചെറുതായിട്ട് ഉടഞ്ഞാൽ മതി. കിഴങ്ങ് നല്ല വൃത്തിക്ക് ഉടച്ചെടുക്കേണ്ടതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം കിഴങ്ങ് ഉടച്ചു വെച്ചിരിക്കുന്ന കിഴങ്ങും കടലയും ഇട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, ഒന്ന് വഴറ്റിയെടുക്കുക. ഈ പരുവത്തിനായതിനു ശേഷം പാനിപ്പൂരിയുടെ മസാല 1.5 ടീസ്പൂണ് ഇട്ട് കൊടുക്കുക. പാനിപ്പൂരിയുടെ മസാല നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. മസാല എല്ലായിടവും പിടിച്ചതിന് ശേഷം മല്ലിച്ചപ്പിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം ഓഫാക്കി വെക്കാവുന്നതാണ്. അടുത്തത് നമുക്ക് വേണ്ടത് പൂരിയാണ്. ഇത് മിക്കവാറുമുള്ള കടകളിലും സൂപ്പർ മാർക്കറ്റിലും എല്ലാം കിട്ടുന്ന ഒരു ഐറ്റമാണ്. 1 കിലോയ്ക്ക് 120 രൂപ തൊട്ട് മുകളിലോട്ടാണ് വില. ഇതൊരു 10-400 പീസിന് മുകളിൽ കാണും ഒരു പാക്കറ്റ്. പൂരി എണ്ണയിലിട്ട് വറുത്തെടുക്കുക. അതാണ്ട് ഈ ചുവപ്പാണ്. ഈ ചുവപ്പായതിനു ശേഷം നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. ഒരു ചെറിയൊരു ചുവപ്പാണ്. അതിനുശേഷം കോരിയെടുക്കാം. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന പൂരിയിലോട്ട് ഒഴിക്കാനുള്ള വെള്ളത്തിൻ്റെ കൂട്ടാണ് ചെയ്യുന്നത്. അന്നേരം ഇച്ചിരി മല്ലിച്ചപ്പ് ഇട്ടതിന് ശേഷം 1 ലിറ്റർ തണുത്ത വെള്ളം ഒഴിച്ചതിന് ശേഷം 1.5 ടീസ്പൂണ് പാനിപ്പൂരിയുടെ മസാല ഇട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. അതേപോലെ തന്നെ തണുത്ത വെള്ളം ഇല്ലെങ്കിൽ നേരത്തെ 1 മണിക്കൂർ മുമ്പേ കലക്കി ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. പൊരിച്ചു വെച്ചിരിക്കുന്ന പൂരി എടുത്തതിന് ശേഷം ഇതേപോലെ ഒരു ഹോൾ ഉണ്ടാക്കി അതിലോട്ട് കിഴങ്ങും മസാലയോടെ നിറച്ച് കൊടുത്തിട്ട് നമ്മുടെ വെള്ളത്തിൻ്റെ കൂട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ പാനിപ്പൂരി റെഡി ആയിട്ടുണ്ട്. വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ പഴയ വീഡിയോ കാണുക, ഒരു ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഒരു സഹോദരൻ്റെ റിക്വസ്റ്റാണ്. താങ്ക് യു.